ഫ്രണ്ട്സ്, സംഗീതയാണ്. നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ശർക്കര ദോശയായിട്ടാണ്. പാലക്കാടൻ സ്പെഷ്യൽ ശർക്കര ദോശ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദോശ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണല്ലേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മളൊരു സിമ്പിൾ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ നെയ്യപ്പത്തിൻ്റെ അതേ ടേസ്റ്റുള്ള ഒരു ദോശയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ദാ വരുന്നു. അപ്പോൾ നമ്മൾ ശർക്കര ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് അരി എടുത്തിട്ട്, പച്ചരി എടുത്തിട്ട് നമ്മൾ കുതിർക്കാൻ വെച്ചു. ഒരു 3 മണിക്കൂർ ഞാനിത് കുതിർത്ത് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അരയ്ക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ മാവിലേക്ക് മിക്സ് ചെയ്യാനുള്ള ശർക്കരപ്പാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിലേക്ക് നമ്മളൊരു 6 അച്ച് വെള്ളം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുത്തതിന് ശേഷം ഇത് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മാവിലേക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് ഉരുകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ശർക്കരപ്പാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഒന്ന് നല്ലോണം ഓഫാക്കിയതിന് ശേഷം ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പച്ചരി അരച്ചതിലേക്ക് നമ്മളിനി ശർക്കരപ്പാവ്, അതായത് ശർക്കര പാവ് കാച്ചിയത് ഒഴിക്കുകയാണ്. നമ്മൾ ശർക്കരപ്പാവ് ഒരു 7 അച്ച് ശർക്കര നമ്മൾ എടുത്തിട്ടുണ്ട്. അത് പാവാക്കിയിട്ട് നമ്മളതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. നല്ലോണം അതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കട്ടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ പൊടിച്ച് വെച്ചതുണ്ട്. ഏലക്കായ പൊടിച്ച് വെച്ചത് ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നതാണ്. ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടാണ് ഏലക്കായ പൊടിച്ചത്. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് പൊടിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തതാണ്. ആ ഒരു ഏലക്കായുടെ ഫ്ലേവർ നന്നായിട്ട് ഇത് നമ്മൾ ദോശ അപ്പം പോലെ ചുട്ടെടുക്കുമ്പോൾ ആ ഏലക്കായുടെ ഒരു സ്മെല്ലും കൂടെ ആകുമ്പോഴേ നല്ലൊരു സ്പെഷ്യൽ ഇതായിട്ട് നമ്മൾ നെയ്യപ്പൊക്കെ കഴിക്കില്ലേ കടയിൽ നിന്ന്, അതുപോലത്തെ ഒരു ടേസ്റ്റൊക്കെ ആയിരിക്കും. നല്ല ടേസ്റ്റിയാണ്. സിമ്പിളായിട്ട് നമുക്ക് വൈകുന്നേരം 4 മണിക്ക് അല്ലെങ്കിൽ അല്ലാതെ നേരത്തെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ മിക്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ച് യോജിപ്പിച്ചെടുത്താലും മതി. കട്ടയില്ലാതിരിക്കും. ഫുള്ള് മിക്സ് ചെയ്തു. ഇനി നമ്മൾ ദോശ ചൂടാൻ പോകണം. ഒരുപാട് നമ്മൾ പരത്തണില്ല, ജസ്റ്റ് ഒന്ന് വട്ടം വെപ്പിച്ച് കൊടുക്കണേ ഉള്ളൂ. ദോശ പരത്തണത് മാതിരി വലുതായിട്ട് അങ്ങനെ പരത്തണില്ല. നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കുക. നന്നായിട്ടൊന്ന് ഉള്ളു വേവാൻ വേണ്ടി. ആഹാ, നല്ല ഗോൾഡൻ കളറിലായി അല്ലേ. നല്ല ഭംഗിയായിട്ട് ഉണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ നല്ലോണം നെയ്യൊന്ന് തേച്ച് കൊടുക്കാം. അടിപൊളിയല്ലേ? സൂപ്പർ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ ശർക്കര ദോശ റെഡിയായി. കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു പഞ്ചസാര ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, ചെയ്യണമെന്നൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് സിറപ്പോ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ്. നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റുള്ളൊരു വിഭവമാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളോട് എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കരുതേ. പിന്നെ അതിൻ്റെ സൈഡിലെ ഓൾ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.